എൻ്റെ മോനെ, ആ മനുഷ്യൻ അവിടെ ചാവാൻ കിടക്കുകയാണ്. അതായത് ആ റോട്ടിൽ ഇടിച്ചിട്ട് ആ സ്കൂട്ടറുകാരൻ ഒരു ഇതും ഇല്ലാതെ പോണടാ. ഇമോഷണൽ ഇൻ്റലിജൻസ്, ആ ഒരു കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ടോട്ടലി ഞാൻ എഗ്രി ചെയ്യും. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാ സാധനത്തിലും എല്ലായിടത്തും കൊണ്ടൊന്നും ഇംപ്ലിമെൻറ്റ് അതുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും യെസ്, പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന പോലുള്ള സംഭവം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ടോട്ടലി ഈ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഹലോ ഗൈസ്, ആൻഡപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഫുൾ അബൌട്ട്, അല്ലെങ്കിൽ അത് എന്നെ ഇൻസ്പയർ ചെയ്ത് ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, JBI.TV എന്നാണ് അതിനെ പറയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പറയാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുള്ളതാണ്. ഇടയ്ക്കല്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ പറ്റുമ്പോഴൊക്കെ അല്ലെങ്കിൽ വരുമ്പോഴൊക്കെ ഞാൻ കാണാറുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനത്തിൽ ടൈറ്റിൽ ഞാൻ മുഴുവനായിട്ട് ഓർക്കുന്നില്ല, ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു അതിനകത്ത് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിൽ പൊതുവേ എൻ്റെ ഒരു തിയറി പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു സാധനത്തെയും മുഴുവനായിട്ട് ജസ്റ്റ് ബിക്കോസ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാറില്ല. പലയിടത്തും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഗൂഗിൾ പോലെ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ പോലൊരു സംഭവമാണ്. പലതരത്തിലുള്ള ഇൻഫർമേഷൻസും ഒപ്പീനിയൻസും കാര്യങ്ങളും ഒക്കെയാണ് വരിക. അപ്പോൾ ഇതിൽ നിന്നൊരു സമ്മറി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇപ്പോൾ ഓക്കെ അർജു പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ JBI.TV പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സാധനത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള അവരുടെ വിശദീകരണമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം എന്നുള്ളതാണ് കേട്ടോ. അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ടൈറ്റിലുള്ളത് പോലെ തന്നെ ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള സംഭവം, അതായത് എന്താണ് ആ സംഭവം, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞു തരണമല്ലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എവിഡൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ വരുമ്പോൾ, ഈസ് ദ എബിലിറ്റി ടു മാനേജ് ബോത്ത് യുവർ ഓൺ ഇമോഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് യു. വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെയും അതുപോലെ തന്നെ മറ്റൊരാളുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതൊന്നും നമുക്കൊന്നും സെൻസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലോ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് പറയാറുള്ളൊരു വിഷയമാണ്. എന്നെ അങ്ങനെ അധികം ഒരുപാട് കേൾക്കുന്നുണ്ടെന്നുള്ളതല്ല കേട്ടോ. എന്നെ കേൾക്കുന്നത് 10 പേരാണെങ്കിൽ ആ 10 പേരോട് പറയാറുള്ളൊരു വിഷയമാണ്. അതായത് ഇന്ന് നമ്മുടെയൊക്കെ ഒരു ബേസിക് നീഡ് പോലത്തെ ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഈ ഫോണിൽ ഈ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞാനത് ഇന്നിപ്പോൾ ഈ ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം കളയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഡിക്റ്റഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതൊന്ന് കളയണമെന്ന് വിചാരിക്കുകയാണ്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനത്തെ സംഭവം, അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു പരിധി വരേക്കും അതൊക്കെ വലിയ സത്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു, എൻ്റെ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വന്നു. റിപ്പോർട്ടറിൻ്റെ ഇതിലാണ് ഞാനത് കണ്ടത്. യെസ്, ഐം സോറി. ഞാൻ അവിടെ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നെ,
എടാ ഒരു മനുഷ്യൻ, എനിക്കറിയില്ല എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ പുള്ളി തട്ടിമറിഞ്ഞ് വീണതെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ അതിൻ്റെ ഇത് ബാക്കി വായിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും റോഡിലേക്ക് വീഴുന്നു. ഓട്ടോ ആണ് ആദ്യം പുള്ളിയെ ഹിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓട്ടോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത് CCTV ഫുട്ടേജ് ആണ്, ക്ലിയർ അല്ല. ആ ഓട്ടോ ഇടിച്ചു. ആ ഓട്ടോക്കാരൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും എന്തോ ഇടിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ ഓട്ടോ തിരിഞ്ഞു പോലും നോക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്നെ ഷോക്ക് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി കാറിലും ഈ സംഭവത്തിലൊക്കെ പോകുന്നവർ ചിലപ്പോൾ കാണുന്നില്ല എന്നുള്ളത് നമുക്കൊരു വാദത്തിനെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ആ സ്കൂട്ടറിൽ പോയവനാണെങ്കിലും പോയവളാണെങ്കിലും അതൊരു മനുഷ്യനാണോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ വരുന്നത്. ഒന്ന് ചിന്തിച്ചാൽ, നീ നാളെ റോട്ടിൽ കിടക്കുകയാണെങ്കിൽ നിൻ്റെ അവസ്ഥയാണ് ഇതെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അമ്മ, ആ മനുഷ്യൻ എങ്ങനെ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റൂടെ? ഒരു ഇങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ എങ്ങനെ, എനിക്ക് അറിഞ്ഞുകൂടപ്പാ. ഞാനൊക്കെ ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ പറയണ പോലെ ചിലപ്പോൾ നമുക്ക് വാക്ക് തർക്കങ്ങളും ഇമോഷണൽ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പോകുമായിരിക്കും. പക്ഷെ ഒരാളവിടെ ചോരയിൽ വീണ് കിടക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻസിഡൻസിലൊക്കെ വന്ന് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൈ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് ചെയ്യില്ലേ ഇത്. അവിടെയാണ് ഈ പറയുന്ന പോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ യങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, അതിൽ കുറച്ച് കാലം മുമ്പ് വരേക്കുള്ള ഒരു 90s ആൾക്കാരൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അവരൊക്കെ ഭയങ്കരമായിട്ട് എസ്പെഷ്യലി 20s കിഡ്സ് ഉണ്ടല്ലോ, ഭയങ്കര ശോകമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു ബ്ലെയിമായിട്ട് പറയല്ല, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും പറയാം. ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് JBI.TV കുറിച്ച് ഇതിൽ പരാമർശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി നൈസായിട്ട് അതിനിടയിൽ കൂടെ നമ്മുടെ ഗൗരി ലക്ഷ്മിയുടെ വിഷയവും കൂടെ തള്ളിത്തിരികെ പോകുന്നത് കണ്ടു. എനിക്ക് മനസ്സിലായിടത്തോളം പുള്ളി നല്ല ഒന്നാം തരം ഒരു ഈ കാലഘട്ടത്തിൻ്റെ, ഞാൻ എടുത്ത് വീണ്ടും പറയുകയാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഫെമിനിസ്റ്റാണ്. പുള്ളിയുടെ വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പുള്ളിയുടെ പല സംഭവങ്ങളിലും ചില സംഭവങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചിലതിനോട് ഞാൻ ഭയങ്കരമായിട്ട് വിയോജിപ്പ് എൻ്റെ ഉള്ളിൽ തന്നെ പ്രകടിപ്പിക്കാറുള്ള ഒരാൾ തന്നെയാണ്. അപ്പം ഇതിൽ ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ഫെമിനിസ്റ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മറ്റേ വീഡിയോയിലും ഞാൻ പറഞ്ഞുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ചില കാര്യങ്ങളെ വിമർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഴഞ്ചനാണെന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടും. ആൻഡ് എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൽഫ മെയിലാണെന്ന് കാണിക്കുക. ആൻഡ് അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ട്. ഇത് തന്നെയാണ് പുള്ളിക്കും പറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പലയിടത്തും പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഗണ്ണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടോ ഉള്ളൊരു സംഭവം പുള്ളിക്ക് എവിടെയും പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തന്നെ പോയിന്റ്സിനെ തിരുത്തിയതുപോലെ ആവും. ഞാൻ വിശ്വസിക്കുന്നത് ശരിയോ തെറ്റോ, നിൻ്റെ കണ്ണിലെ ശരിയോ തെറ്റിനെ അതിനെ എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന പോലെ മറ്റാർക്ക് വേണമെങ്കിലും നമ്മളെ വിമർശിക്കാം. നമ്മൾ വിമർശിക്കുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെയും വിമർശിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ പോയിന്റ് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഗൗരി ലക്ഷ്മിയുടെ വിഷയത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ സമൂഹം, പേടിയുള്ള ഒരു സമൂഹം എന്നുള്ള രീതിയിലൊക്കെ, കാരണം ഭയക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ലൈനിൽ പുള്ളി സംസാരിച്ചു പോയി. പക്ഷേ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാത്രമല്ല അവിടുത്തെ പോയിന്റ്. ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയിട്ടോ ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും ഞാൻ പറയാൻ ഒരാളുമല്ല. പക്ഷേ ഗൗരി ലക്ഷ്മിയുടെ വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഈ സാധനം തന്നെ വീണ്ടും എടുത്തിട്ടാണ്, വിക്ടിം കാർഡ് എന്ന് പറയില്ലേ, ആ സാധനം ഭയങ്കരമായിട്ട് ഇന്ന് പലരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേക്ക് കേസുകളുടെ കാര്യവും ബ്രോ പറഞ്ഞതിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് പേര് ഈ ഒരു ഫേക്ക് കേസ് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് പല കേസുകളിലും പല രീതിയിൽ മാറി വന്നിട്ടുണ്ടെങ്കിലും, അങ്ങനെയുള്ള ഫേക്ക് കേസുകൾ കൊണ്ട് വലയുന്ന ഒരുപാട് പേര് ഇന്ന് ഈ കേരളത്തിൽ മാത്രമുണ്ട്. ഭയങ്കര ഭയങ്കര മുന്നിലാണ് നമ്മുടെ ചിന്തകൾ എന്നൊക്കെ പറയപ്പെടണം. നമ്മുടെ കേരളത്തിലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമാരത്തെ വൃത്തികേടുകളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു വളരെ സിമ്പിൾ കാര്യം പറയാം. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ചായിട്ട് ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ജാതി അധിക്ഷേപ സാധനമൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ എടുത്ത് പല സ്ഥലത്തും അങ്ങ് എടുത്ത് പൊട്ടിച്ചു കളയും. ചിലപ്പോൾ അപ്പുറത്തെ വ്യക്തിക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയുടെ വിഷയങ്ങളിൽ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പിന്നെ ഗൗരി ലക്ഷ്മിയുടെ വിഷയത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയത്, അതിൽ നമ്മുടെ സ്റ്റോറി, ഞാൻ ഇന്നലെയും പലരോട് സംസാരിച്ചപ്പോഴും ഒക്കെ പറഞ്ഞു, ഇൻടോളറൻ്റ് ആയിട്ടുള്ള
മെന്നാണ് ഇതിന് പ്രശ്നം എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. പിന്നെ എനിക്ക് കമൻസ് വന്നതിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് പക്ഷെ പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ഓൺലി മെൻ. കുറച്ചൊന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ നമ്മുടേതായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ വിഷയങ്ങൾ നമ്മൾ പറയേണ്ട സ്ഥലങ്ങളിൽ, അതായത് കൊള്ളേണ്ട സ്ഥലങ്ങളിൽ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ നമ്മളെ വിമർശിക്കും. നമ്മളൊരു സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ വിക്ടിം കാർഡ് കളിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ആൾക്കാരുടെ ഇടയിലേക്ക് വരും. അത് ചിലപ്പോൾ ആൾക്കാർ പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും എന്നുള്ളതാണ്. സോ അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ സമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ഐ ടോട്ടലി എഗ്രി വിത്ത് യു JBI.TV. എനിക്ക് ബ്രോയുടെ പേര് അറിഞ്ഞുകൂടാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. നമ്മുടെ സമൂഹത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ടെന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ്. കാര്യം ഇന്ന് പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് പോലെ. പക്ഷെ അപ്പോഴും അതിലൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ മറ്റൊരാളുടെ ഇമോഷൻസിന് അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാതെ ബ്രോയും ഒരു ആക്ട് ചെയ്തു. ഞാനും ചെയ്യാറുണ്ട്, അറിയാതെ പറ്റിപ്പോകുന്നതാണ്. നമ്മൾ ഇമോഷണലി ചില സാധനങ്ങൾ ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഒന്ന് പറയുമ്പോൾ അറിയാതെ അങ്ങ് അടിച്ച് കീറി അങ്ങ് വിട്ടുകളയും. വിഡ്ഡി 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 എന്ന് പലയിടത്തും പറയുന്നത് ഞാൻ കണ്ടു. ഞാനും എൻ്റെ കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ അറിയാതെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അത് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് തിരുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതൊരു സജഷനാണ് കേട്ടോ. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ്, ഇതുപോലുള്ള ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറാവട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആൻഡപ്പൻ ഇസ് സൈനിങ് ഓഫ് ഫ്രം ആൻഡപ്പൻ ടോക്കീസ്.